ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പിന്മാറാനായിട്ട് തീരുമാനമെടുത്തു. പക്ഷേ ഈ അടുത്ത് മറ്റൊരു സംഭവം കനേഡിയൻ പൊളിറ്റിക്സിനെ തികച്ചും വഴിമാറ്റിവിട്ടു. പല ആളുകൾക്കും നമ്മുടെ ഇന്ത്യൻസിനോട് ഒരു വെറുപ്പുണ്ട്. അത് പലപ്പോഴും എല്ലാ പൊളിറ്റിക്കൽ പോസ്റ്റിന്റെ അടിയിലും ഞാൻ കാണാറുണ്ട്. ഇമിഗ്രൻസിനോടൊക്കെ വളരെയധികം ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് കാനഡ. ചരിത്രാതീതമായിട്ട് എല്ലാ നേതാക്കളും മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് തന്നെയാണ്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രംപിനൊരു മറുപടി കൊടുക്കും എന്നുള്ള തരത്തിലാണ്. അത് സമാധാനപരമായിട്ടാണ്. ട്രംപ് പിയറി പൊളിവർ വേഴ്സസ് ലിബറൽ പാർട്ടിയുടെ ആര് എന്നുള്ളൊരു ചോദ്യമാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പല ഡക്ക് ഫുഡ് പോലെയുള്ള പലരും ക്യാപ്പുമായിട്ട് പുറത്തിറങ്ങുന്ന കണ്ടു. കാനഡ ഈസ് നോട്ട് ഫോർ സെയിൽ. കാനഡ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാകെ അവര് അണിനിരക്കും കാനഡയ്ക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖിൽ, നമ്മുടെ പ്രവാചകൻ എന്ന് പറയുന്ന പഴയൊരു മുകേഷിന്റെ സിനിമയുണ്ട്. ഇതിനകത്ത് പുള്ളി പ്രവചിക്കുന്ന ആളാണ്. പുള്ളി ഒരു ദിവസം ചായക്കടയിൽ ഇരുന്നിട്ട് പറയും, ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിൽ ഒരു വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് പറയും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു വാർത്ത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പുള്ളി വീട്ടിലിരിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ മുത്തശ്ശി പോയി, നീ ഇതെങ്ങനെ പ്രവചിച്ചെന്ന് ചോദിച്ചാൽ പുള്ളി പറയും, കേരളമല്ലേ, ആഴ്ചയിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എവിടെയാണെങ്കിലും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ കാനഡ പൊളിറ്റിക്സിലും ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഈ വർഷം തുടങ്ങി ഇത്രയും സമയത്തിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നമ്മുടെ കാനഡയുടെ പൊളിറ്റിക്കൽ ഭാവിയെ കുറിച്ചുള്ള തോന്നലുകൾ? അതായത് ഇപ്പോൾ ഒരു നിർണായകമായിട്ടുള്ള ഒരു പോയിന്റിലാണ് കനേഡിയൻ പൊളിറ്റിക്സ് വന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പിന്മാറാനായിട്ട് തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ ലിബറൽ പാർട്ടി ഇപ്പം പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ കേൾക്കുന്ന പ്രബലമായിട്ടുള്ള പേരുകൾ എന്ന് പറയുന്നത് ക്രിസ്റ്റ്യ ഫ്രീലാൻഡ്, പിന്നെ മാർക്ക് കാർണി ഒക്കെയാണ്. അപ്പുറത്ത് കൺസർവേറ്റീവ് പാർട്ടിയിൽ അവർക്ക് ഓൾറെഡി നേതാവുണ്ട്, പിയർ പൊളിവർ എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പം ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം നേതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ അടുത്ത് മറ്റൊരു സംഭവം കനേഡിയൻ പൊളിറ്റിക്സിനെ തികച്ചും വഴിമാറ്റിവിട്ടു. അത് അമേരിക്കയില് ട്രംപിന്റെ ഒരു ഇലക്ഷനാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടൊന്ന് പോയേക്കാം. ഇപ്പോ നമ്മുടെ ആളുകൾക്ക് ഇതുമായിട്ട് ഡയറക്ട്ലി കണക്ട് ആയിട്ടുള്ള കാര്യമില്ലെങ്കിലും പല ആളുകൾക്കും നമ്മുടെ ഇന്ത്യൻസിനോട് ഒരു വെറുപ്പുണ്ട്. അത് പലപ്പോഴും എല്ലാ പൊളിറ്റിക്കൽ പോസ്റ്റിന്റെ അടിയിലും ഞാൻ കാണാറുണ്ട്. മിക്കപ്പോഴും എല്ലാത്തിനും ഒന്ന് ഡീപ്പോർട്ട് എന്ന് കമന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഏതോ ഒരു പേജിൽ ഞാൻ കണ്ടതാണ്, ഇദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോ വന്നിട്ട് അദ്ദേഹത്തിന്റെ റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നതിന്റെ വീഡിയോയുടെ അടിയിലും ആരോ വന്ന് ഡീപ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റിൻ ട്രൂഡോ ഡീപ്പോർട്ട് ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, എന്താണോ അതൊക്കെ ഏത് രീതിയിലാണോ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിപ്പോ പറഞ്ഞ പോലെ തന്നെ മറ്റു പല ഫാക്ടേഴ്സും പൊളിറ്റിക്സിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എന്തൊക്കെയാണ്? അത് ഇപ്പൊ ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നത് കാനഡ സ്വതവേ ഒരു സഹിഷ്ണുത നിറഞ്ഞൊരു രാജ്യമാണ്. ഇമിഗ്രൻസിനെയൊക്കെ വളരെയധികം വെൽക്കം ചെയ്യും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇമിഗ്രൻസിനോടൊക്കെ വളരെയധികം ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് കാനഡ, ചരിത്രാതീതമായിട്ട്. അപ്പം നമ്മളിവിടെ നോക്കിക്കാണേണ്ടുന്നത് പ്രധാനമായിട്ടും ട്രംപ് അധികാരത്തിൽ ഏറുമ്പോൾ ഈ ഒരു ടാരിഫ് വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് US കയറ്റുമതി ചെയ്യുന്ന ഗുഡ്സിന് 25% ടാരിഫ് കൊണ്ടുവരുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും കാനഡയുടെ ഓട്ടോ ഇൻഡസ്ട്രിയെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകുന്നത് ട്രംപിനെ എത്രമാത്രം ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനുകൾ തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ നേതാക്കളും മുന്നോട്ട് വെക്കുന്ന ആശയം
ഇത് തന്നെയാണ്. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ട്രംപിനൊരു മറുപടി കൊടുക്കും എന്നുള്ള തരത്തിലാണ്. അത് സമാധാനപരമായിട്ടാണ് ട്രംപും പറഞ്ഞിരിക്കുന്നത്. ഒരു എക്കണോമിക് അനക്ഷൻ ഓഫ് കാനഡ എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞ് പോയിരിക്കുന്നത്. അതായത് ടാരിഫുകൾ ഏർപ്പെടുത്തി കാനഡ ഒരു 51ാമത്തെ സ്റ്റേറ്റ് ആക്കി എടുക്കും എന്നുള്ള രീതിയിലാണ് പ്രചരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അതൊക്കെ എന്ന് പറയുന്നത് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. കാരണം ജനവിഭാഗങ്ങളുടെ ഉള്ളിലുള്ള അഭിപ്രായം അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം. എന്തായാലും കാനഡയെ സംബന്ധിച്ചിടത്തോളം 2025 ഇവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പം നമ്മള് അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നോ അത് ഇവിടെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് പിയറി പൊളിവർ വേഴ്സസ് ലിബറൽ പാർട്ടിയുടെ ആര് എന്നുള്ളൊരു ചോദ്യമാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ ആ ഒരു 9 വർഷത്തെ ഒരു ഭരണകാലം അവസാനിച്ചു കഴിഞ്ഞു. കാരണം അദ്ദേഹം റിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പല ഡക്ക് ഫുഡ് പോലെയുള്ള പലരും ക്യാപ്പ് ആയിട്ട് പുറത്തിറങ്ങുന്ന കണ്ടു. കാനഡ ഈസ് നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറയുന്നത്. ഇത് ഈ പൊളിറ്റിക്സിനെ ഇനി എത്രത്തോളം ബാധിക്കുമെന്ന് അറിയില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇനിയിപ്പോ വളരെയധികം നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെട്ട ഈ ടാക്സിന്റെ താരിഫിന്റെ ഒക്കെ കാര്യങ്ങളിൽ ഫോഴ്സ് ചെയ്യപ്പെട്ട് ഓക്കെ സംഭവം എന്ന ഒരു സംയമനം പാലിക്കാൻ വേണ്ടി നമുക്കൊരു 50% സ്റ്റേറ്റ് ആയി മാറാം എന്ന് പറയുന്ന ഒരു സാഹചര്യം നിയർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ കൂടെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കനേഡിയൻസും പറയില്ലല്ലോ ഞങ്ങൾക്ക് കാനഡയുടെ ഒരു 51ാമത്തെ ഒരു സ്റ്റേറ്റ് ആയി മാറണമെന്ന്. പിന്നെ പ്രസിഡന്റ് ട്രംപ് അവിടെ അധികാരം ഏറ്റെടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പലതും അദ്ദേഹത്തിന്റെ മുമ്പുള്ള പ്രസിഡൻസിയിലും ഏതാണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനെ കൃത്യമായി പ്രതിരോധിക്കാനായിട്ട് അന്നത്തെ സർക്കാരിന് സാധിച്ചു. കാനഡ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാകെ അവര് അണിനിരക്കും കാനഡയ്ക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വിഷയമാകാൻ പോകുന്ന ഒന്നാണ് തീർച്ചയായിട്ടും അതായത് കാനഡയ്ക്ക് വേണ്ടി ആര് ശക്തമായി ശബ്ദമുയർത്തും എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ കുറെ ട്രംപിന് മുമ്പ് വരെയൊക്കെ കൂടുതലും ഇവിടെ പ്രചരിച്ചിരുന്നത് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇമിഗ്രേഷൻ അതൊക്കെ ആയിരുന്നു. നമുക്ക് തന്നെ അറിയാം. അതായത് നമ്മളിൽ പലരും കാനഡയിൽ വന്നിറങ്ങുന്ന ഒരു സമയത്ത് ജസ്റ്റിൻ ട്രൂഡോ അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം പ്രശസ്തനായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹം കോവിഡ് കൈകാര്യം ചെയ്ത രീതി, കോവിഡിന്റെ സമയത്ത് സമ്പദ്ഘടനയെ സാമ്പത്തികമായി ഉത്തേജിപ്പിച്ചത്, അത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഒരുപാട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കാതെയും ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും താരതമ്യം ചെയ്ത് നോക്കും, അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. അപ്പം ഒരു നേതാവിനോട് എന്തെങ്കിലും ഒരു അതിർത്തി തോന്നുവാണെങ്കിൽ ഇവര് ആ നേതാവ് പിന്മാറുകയും ഉൾപാർട്ടി ജനാധിപത്യം ഇപ്പം ട്രൂഡോയ്ക്ക് പകരക്കാരനെ തെരഞ്ഞെടുക്കാൻ പോകുന്നത് ലിബറൽ പാർട്ടിയിൽ ഒരു വോട്ടിംഗ് നടന്നാണ് തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. അതെ. അപ്പൊ അങ്ങനത്തെ ഒരു തികച്ചും ജനാധിപത്യ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ് കാനഡ. നമ്മുടെ ഇന്ത്യ പോലും കാനഡയിൽ നിന്ന് ഒരുപാട് സംവിധാനങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും സുന്ദരമായാണ് ഇവരുടെ ഭരണഘടന എഴുതിപ്പെട്ടിരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. 51st സ്റ്റേറ്റ് ആകാൻ കനേഡിയൻസ് ആഗ്രഹിക്കില്ലല്ലോ എന്ന് താങ്കൾ പറഞ്ഞെങ്കിൽ കൂടെ കുറച്ചധികം പേര് പറയുന്നത് ഞാൻ കേട്ടു. യുഎസിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ടാക്സിന് ബെനിഫിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയുള്ള ആളുകളുടെ ചിന്തകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ തീരുമാനങ്ങളെയൊക്കെ സ്വാധീനിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പം നമ്മളങ്ങനെ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു എക്സിക്യൂഷനൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരുപാട് ഗുണഗണങ്ങളുണ്ടല്ലോ. ഇപ്പം ട്രംപ് ആദ്യമായിട്ടൊന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ അങ്ങനെ പറയുകയുണ്ടായി. പിന്നെ പുള്ളിയുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ പുള്ളി അത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം എന്താ പറയുന്ന ഒരു ചിലർക്ക് യോജിപ്പുണ്ടാകാം, ചിലർക്ക് അതിൽ യോജിക്കാതെ ഇരിക്കാം. പക്ഷേ
നിലവില് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുവാണെങ്കിൽ അതിനെ ആര് പ്രതിരോധിച്ചു നിൽക്കുമോ അതാണ് അവിടെ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. ഇപ്പൊ എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്. കാനഡയ്ക്ക് ആഗോളതലത്തിൽ ആ ഒരു ഐഡന്റിറ്റി നല്ല രീതിയിലുണ്ട്. കാരണം കാനഡ ഒരു സമാധാനം സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ്. വലിയ രീതിയിൽ ആരുമായിട്ട് അങ്ങനെ യുദ്ധത്തിലൊന്നും ഏർപ്പെട്ടില്ല എന്നുള്ള അതിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ലോസ് ഏഞ്ചലസിൽ വന്ന ഫയറിന്റെ സമയത്ത് ഈ പ്രശ്നങ്ങൾക്കിടയിലും സഹായിക്കാനായിട്ട് കാനഡയും അതുപോലെ തന്നെ ട്രംപ് മതിൽ കെട്ടി തിരിച്ച മെക്സിക്കോയും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഏറെക്കുറെയൊക്കെ ഇത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു ചർച്ചയാണ്. അപ്പം നമ്മുടെ ഒന്നും കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ ഇത് ചർച്ചക്കുള്ള ഒരു വാർത്ത മാത്രമായിട്ടും ചിലപ്പോൾ ഒതുങ്ങി പോയേക്കാം. അതായത് പക്ഷെ എന്നാലും കാനഡയുടെ പൊതുസമൂഹം തീർച്ചയായിട്ടും കാനഡയെ തന്നെ നിലനിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. ഈ ഒരു ജനാധിപത്യ മൂല്യങ്ങളും അത് തന്നെയാണ് അതിന്റെ ഒരു ഭംഗി. കാനഡയായി നിലനിൽക്കുന്നത് തന്നെയാണ്. സാഹചര്യങ്ങളൊക്കെ ഇനി ബെറ്റർ ആയി തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും 2025 നമുക്കറിയാം ആരായിരിക്കാം നമ്മുടെയൊക്കെ പുതിയ പ്രധാനമന്ത്രി. അത് എന്തായാലും ക്രിസ്റ്റ്യ ഫ്രീലാൻഡ് എന്ന് പറയുന്നത് മുൻപ് ട്രൂഡോയുടെ തന്നെ സർക്കാരിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അവര് ഗ്ലോബൽ മെയിൽ, റോയിറ്റേഴ്സ്, ഫൈനാൻഷ്യൽ ടൈംസ് പോലെയുള്ള പ്രമുഖ സ്ഥാപനത്തില് ഉയർന്ന പദവിയിലായിരുന്നു. എന്നിട്ടാണ് അവര് കനേഡിയൻ പൊളിറ്റിക്സിലേക്ക് വന്നത്. ഒരു റോഡ് സ്കോളർ ആയിരുന്നു. അതുപോലെ തന്നെ മാർക്ക് കാർണി വളരെ പരിചയസമ്പത്തുള്ള ഒരു മനുഷ്യനാണ്. ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണറായിരുന്നു. ഇപ്പം അദ്ദേഹം ലിബറൽ റേസിലുണ്ട്. പിയർ പൊളിവർ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറുപ്പത്തില് കനേഡിയൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങൾ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്രൂവൽ റേറ്റിംഗ് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹമാണ് ഒരു പടി മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാല്ലേ ആളുകളുടെ പ്രതീക്ഷയിൽ. ഇതൊക്കെ നമുക്ക് ഒരു വോട്ടിംഗ് കഴിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും കാര്യം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഈ പ്രീ വോട്ടിംഗ് സംസാരങ്ങളൊക്കെ പോലെ ഞാൻ എവിടെയോ കണ്ട ഒരു ഇതാണ്. ഇപ്പോൾ ഒരു ഇൻഡെക്സ് പോലെ പറയുന്നതിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ചില വാർത്തകൾ കണ്ടു. ചിലപ്പോൾ അത് ഒഫീഷ്യലാകാം, അൺഒഫീഷ്യലാകാം. ചിലപ്പോൾ ചില സെഗ്രിഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ മാത്രം നടത്തിയ വോട്ടെടുപ്പോ സംസാരമോ മാത്രമാകാം. ഇങ്ങനെ പലതരത്തിലുള്ള ഇതും കാണുന്നു. മറ്റു പ്രശ്നം കാണാം. ജനങ്ങളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ്. അതാണ് ഒരു ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം തന്നെ. അപ്പൊ എന്തായാലും എന്താ പറയുക, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഫാക്ട്സ്. പിന്നെ പോളിംഗ് സ്റ്റേഷനിൽ എത്തുമ്പം ജനങ്ങൾ എന്തായാലും അവരുടെ മനസ്സിലുള്ള ഒരു മനസ്സിൽ എന്താണോ ഉള്ളത് അവരവിടെ അത് പ്രകടിപ്പിക്കും. അതായിരിക്കാം ഈ പറയുന്ന പോലെ നമുക്ക് അടുത്തൊരു പ്രധാനമന്ത്രിയെ നൽകുന്നത്. എന്തായാലും 2025 കാനഡയിലെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിൽ നമുക്കും ഭാഗമാകാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം.